ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു മോര് കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും വെള്ളരിക്ക കൊണ്ടും കുമ്പളങ്ങ കൊണ്ടും ഒക്കെ അല്ലേ മോര് കറി വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ മത്തൻ വെച്ചിട്ടാണ് കേട്ടോ മോര് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു നേരം കൂട്ടാനുള്ള കറിയായിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്ന കൂട്ടത്തിൽ അങ്ങനെ വാങ്ങിയ മത്തനാണ് കേട്ടോ. പക്ഷേ നല്ല പൊടിയൊക്കെ ഉള്ള മത്തനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ വലുപ്പത്തിലാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തനും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ വിസിലടിച്ചാൽ മതി. എന്താ വെച്ചാൽ മത്തന് വെന്ത് വല്ലാതെ ഉടഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വിസിലടിച്ചതിന് ശേഷം വേഗം അതിലത്തെ സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് വേഗം പുറത്തെടുക്കണേ. അപ്പോൾ നമ്മൾ മത്തനൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകവും പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ജീരകം എടുത്ത് നോക്കുമ്പോൾ ജീരകം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഇല്ലാതെ പിന്നെ കറി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വലിയ ജീരകമാണ് കേട്ടോ. 2 പാക്കറ്റ് ഉള്ളത് വലിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തനൊക്കെ വെന്തിട്ട് നല്ലൊരു സ്മെല്ല് കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെയും മുളകിൻ്റെയും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മത്തനൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. പക്ഷെ മക്കൾക്ക് അത്ര പിടുത്തല്ല കേട്ടോ. അപ്പോൾ ഇനി കറി കൂട്ടുമല്ലേ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ജാറിലേക്ക് തന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് അതും കൂടി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മോര് കറി വെക്കുന്നത് നമ്മളെ ജാസി വെക്കുന്നത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ജാസിൻ്റെ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ചു. പക്ഷേ ജാസി വന്നിട്ട് ഇതിൽ മോര് മാത്രമേ ഉള്ളൂ ഒഴിക്കുന്നത് കേട്ടോ. എനിക്കപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് പാരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താകും എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മോള് സ്കൂളിട്ട് വന്നപ്പോൾ പറഞ്ഞു കേട്ടോ, നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, മനസ്സിലായി ജാസിൻ്റെ മത്തൻ കറി ആയിരിക്കൂലേ, ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ളൂ, ഉമ്മച്ചി അത് നോക്കിയതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇനി എന്തായാലും കറി നമ്മളല്ലേ വെക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് തിളച്ചിങ്ങനെ വരാനാകുന്ന സമയത്ത് നമുക്ക് തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് ഒരു തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ തിള വരുന്ന പോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ടിട്ട് നമുക്ക് കറി വറവിടാം കേട്ടോ. അപ്പം മത്തന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പുളിയൊക്കെ തട്ടിയപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കറി വറവിടാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് ഇത്തിരി വേണം എന്നുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളകും പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങ അരച്ചിട്ടുണ്ട് എന്നുള്ളൂ. മോര് മാത്രം ഒഴിച്ചിട്ടാണെങ്കിലും കൂട്ടുന്നവർക്ക് നല്ലതാണ് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ അരച്ചത് കേട്ടോ.
അപ്പോൾ നമുക്ക് കറി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് കൂട്ടാനുള്ള കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പിൾ വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട് കൂട്ടാനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻ പൊരിച്ചതും ഈ കറി നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ജാസിയുടെ ഫുഡും കാര്യങ്ങളും റെസിപ്പിയൊക്കെ നല്ല അടിപൊളി കേട്ടോ. നല്ല സൂപ്പറായിട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും പിന്നെ പാചകങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.